ആരോഗ്യ വിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. ആകാശവാണി കവരത്തിയുടെ ആരോഗ്യ വിചാരം എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ആരോഗ്യം സമ്പൂർണ്ണ ദൈനംദിന ജീവിതത്തിനുള്ള ഒരു ഉപാധിയാണ്. നിലനിൽപ്പിനായി മാത്രമുള്ളതല്ല. ആരോഗ്യം എന്നത് ശാരീരിക ശേഷിയിലും സാമൂഹിക വ്യക്തിപരമായ ഉപാധികൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള സാക്ഷാത്തായ ഒരു സംഗതിയുമാണ്. ആകാശവാണി കവരത്തിയുടെ ആരോഗ്യ വിചാരം എന്ന പരിപാടിയിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി ദീൻ ദയാൽ ഉപാധ്യായ ആയുഷ് ഹോസ്പിറ്റലിലെ ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഫ്രൂസ നസ്രീൻ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ആയുർവേദത്തിലെ സ്ത്രീകളുടെ ആരോഗ്യം എന്ന വിഷയത്തെക്കുറിച്ചാണല്ലോ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഈ സ്ത്രീകളുടെ ആരോഗ്യത്തിൽ ആയുർവേദം എങ്ങനെയാണ് സമീപിക്കുന്നത്, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ആയുർവേദം രോഗം വന്ന ശേഷം ചികിത്സിക്കുന്നതിനേക്കാളും രോഗം വരാതിരിക്കാനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. സ്ത്രീകളുടെ ജീവിതത്തിൽ കൗമാരം, വിവാഹം, ഗർഭധാരണം, പ്രസവം, ആർത്തവ വിരാമം തുടങ്ങി പല ഘട്ടങ്ങളുണ്ട്. ഓരോ ഘട്ടത്തിലും ശരീരത്തിലും മനസ്സിനും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഈ മാറ്റങ്ങളെ ആരോഗ്യകരമായി കൈകാര്യം ചെയ്യാൻ ആയുർവേദം വളരെയധികം സഹായിക്കുന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ശരിയായ ഭക്ഷണ രീതിയിലൂടെയും അതുപോലെ ജീവിതശൈലിയിലൂടെയും യോഗ, ധ്യാനം തുടങ്ങിയതിലൂടെ നമുക്ക് ഓരോ ഘട്ടത്തിലും ഓരോ ചികിത്സാ രീതി ആയുർവേദം പറയുന്നുണ്ട്. സാധാരണയായിട്ട് സ്ത്രീകൾക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ കാണാറുണ്ട്. എന്നാൽ ഇന്നത്തെ സ്ത്രീകൾക്ക് കൂടുതലായിട്ട് നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ സ്ത്രീകളിൽ ഇന്ന് കൂടുതലായിട്ടും ജീവിതശൈലി രോഗങ്ങളാണ് കൂടുതൽ കാണുന്നത്. കാരണം നമ്മുടെ ആ ഒരു ജീവിതശൈലി തന്നെയാണ്. പ്രധാനമായിട്ടും കണ്ടുവരുന്നത് രക്തക്കുറവ്, PCOD, അതുപോലെ തൈറോയിഡ് രോഗങ്ങൾ, അമിതവണ്ണം, ഉറക്കക്കുറവ്, മാനസിക സമ്മർദ്ദം, അങ്ങനെ അതുപോലെ തന്നെ അസ്ഥിക്ഷയം, അത് വാർദ്ധക്യജന്യമായിട്ടും ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള അസുഖങ്ങളാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇവയിൽ പലതും നമ്മൾ നേരത്തെ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കുകയാണെങ്കിൽ നല്ല ഫലം ലഭിക്കുന്ന അസുഖങ്ങളുമാണ്. അപ്പൊ ജീവിതശൈലിയിൽ അത്രയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ടാണ് ആയുർവേദത്തിൽ സ്ത്രീകളുടെ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് ഇത്രയും ഇമ്പോർട്ടൻസ് വരുന്നത്. ഈ സ്ത്രീകൾക്ക് പ്രധാനപ്പെട്ട ഒന്നാണ് ആർത്തവം എന്ന് പറയുന്നത്. ഈ ആർത്തവ സമയത്ത് വേദനയും അസ്വസ്ഥതയും കുറയ്ക്കാൻ ആയുർവേദം നിർദ്ദേശിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്? സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ ആർത്തവം, ആദ്യം തന്നെ നമുക്ക് ഈ ആർത്തവ സമയത്ത് സ്ത്രീകൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് നമ്മൾ ആർത്തവ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളിലേക്ക് വരാം. അപ്പോൾ ഈ ആർത്തവത്തിന്റെ തുടക്കത്തിൽ, അതായത് മെനാർക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് ആർത്തവം സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ടൈമാണ്. അപ്പൊ അതൊരു 12-13 ആ വയസ്സിലാണ് ആർത്തവം തുടങ്ങുന്നത്. പക്ഷെ ഇന്ന് നമുക്ക് സ്ത്രീരോഗങ്ങളും, നമ്മൾ നേരത്തെ പറഞ്ഞ കുറെ സ്ത്രീരോഗങ്ങൾ പറഞ്ഞു, ഈ സ്ത്രീരോഗങ്ങളൊക്കെ കൂടാനായിട്ട് പ്രധാന കാരണം ഈ ആർത്തവ സമയത്ത് നമ്മൾ അത്രയും ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കുട്ടികളിൽ ഈ മെനാർക്ക് ആർത്തവം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുട്ടികളിൽ നമ്മളൊരു മാതാപിതാക്കളും അതുപോലെ തന്നെ സ്കൂളിൽ നിന്നാണെങ്കിലും നല്ല അവബോധം നൽകണം. എന്താണ് ആർത്തവം, അത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് എന്നുള്ള ഒരു ബോധം കുട്ടികളിൽ ഉണ്ടാവണം. അപ്പൊ അതുപോലെ തന്നെ ഈ ആർത്തവ സമയത്ത് നന്നായിട്ട് വിശ്രമം ആവശ്യമാണ്. അപ്പൊ അതൊക്കെ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കുക. ആ ചെറുപ്പത്തിലെ തന്നെ, ആ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ വലുതാവുമ്പോഴും ആ ഒരു രീതി തുടരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് സ്ത്രീ രോഗങ്ങൾ കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ആർത്തവ സമയത്ത് പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ അതിലേറ്റവും ആദ്യത്തെ വ്യക്തി ശുചിത്വം പാലിക്കുക എന്നുള്ളതാണ്. പിന്നെ വരുന്നത് ധാരാളമായിട്ട് വെള്ളം കുടിക്കുക, നന്നായിട്ട് വിശ്രമിക്കുക, അതുപോലെ അമിതമായിട്ടുള്ള ജോലികൾ, വെയിറ്റുകളൊന്നും എടുക്കാതിരിക്കുക, ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. പിന്നെ അതുപോലെ മാനസിക സമ്മർദ്ദം, ചില ഇവരിൽ ഈ മെൻസ്ട്രേഷന്റെ സമയത്ത് പെട്ടെന്ന് ദേഷ്യം വരുന്നവരുണ്ടാവാം, ചിലർ പെട്ടെന്ന് സൈലന്റ് ആയിട്ടിരിക്കുന്നവരുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള മാനസികമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അത് കൂടുതലാണെങ്കിൽ അത് ഡോക്ടറിനെ കാണുക തന്നെ വേണം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മെന്റൽ റിലാക്സേഷൻ ആയിട്ടുള്ള ടെക്നിക്സുകൾ യൂസ് ചെയ്ത് നമുക്ക് ആ ഒരു മാനസിക സമ്മർദ്ദം കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ ആർത്തവ ദിനങ്ങളെ നല്ല ആത്മവിശ്വാസത്തോടു കൂടി തന്നെ നമ്മൾ സ്വീകരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ കുട്ടികളിൽ വളർത്തിയെടുക്കണം. ഈ ആർത്തവത്തിൽ തന്നെ ചില ആൾക്കാർക്ക് ആർത്തവ ക്രമക്കേടുകൾ വരാറുണ്ട്. ഇതിൽ ആയുർവേദത്തിൽ എന്തെങ്കിലും ചികിത്സ ലഭ്യമുണ്ടോ? എന്തൊക്കെയാണ് ചികിത്സകൾ?
ഉണ്ട്. ആയുർവേദത്തിൽ ആർത്തവ ദുഷ്ടി എന്ന ആശയത്തിലൂടെയാണ് ഇത്തരം പ്രശ്നങ്ങളെ വിശദീകരിക്കുന്നത്. നമുക്ക് ഈ ആർത്തവ സംബന്ധമായിട്ടുള്ള ക്രമക്കേടുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അമിനോറിയ എന്ന് പറയുന്ന അനാർത്തവം, ആർത്തവം ഇല്ലാതിരിക്കുന്ന അവസ്ഥ. അത് ചിലപ്പോൾ ഇപ്പൊ നമ്മൾ കുട്ടികളുടെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഫസ്റ്റ് സ്റ്റേജിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കണ്ടിന്യൂസ് ആർത്തവം ഉണ്ടാവണം എന്നില്ല. അതിപ്പോ 3 മാസത്തിൽ കൂടുതലൊക്കെ ചിലപ്പോൾ വരാം. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു നോർമൽ കണ്ടീഷനാണ്. അതിൽ കൂടുതൽ ഇപ്പൊ വൺസ് പീരീഡ്സ് ആയിട്ട് ഒരു 4-5 മാസമൊക്കെ എടുക്കുന്നുണ്ട് അടുത്തതാവാനെങ്കിൽ ഒന്ന് ഗൈനക്കോളജിസ്റ്റിനെ കാണുന്നത് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഡിസ്മെനോറിയ, അതായത് പെയിൻഫുൾ മെൻസ്ട്രേഷൻ, അതായത് ഈ പീരീഡ്സിന്റെ ടൈമിൽ സഹിക്കാൻ പറ്റാത്ത വയറുവേദന ഉണ്ടാവും. ചില കുട്ടികളിൽ അവരുടെ ദിനചര്യ അല്ലെങ്കിൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ തന്നെ ബാധിക്കുന്ന രീതിയിൽ ഈ ഒരു വയറുവേദന ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥകളിൽ ആയുർവേദത്തിൽ ചികിത്സയുണ്ട്. അത് പക്ഷെ പ്രത്യേകം ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രം മെഡിസിൻ കഴിക്കുക. അത് നല്ല വ്യത്യാസം ഉണ്ടാവാറുണ്ട്. അതിന് ആപ്റ്റ് ആയിട്ടുള്ള മെഡിസിൻസ്, അത് പക്ഷെ നമ്മൾ ഈ ആയുർവേദ മരുന്നുകൾ ദോഷകരമല്ല എന്നുള്ള കൺസെപ്റ്റിൽ അയൽവാസികൾ പറയുന്നത് അല്ലെങ്കിൽ വേറെ ഉള്ളവർ പറയുന്നത് കേട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ അങ്ങനെ മെഡിസിൻ എടുക്കുന്നത് ശ്രദ്ധിക്കണം. ഈ അമിതമായിട്ടുള്ള വയറുവേദന ചിലപ്പോൾ എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള അവസ്ഥയിലൊക്കെ അമിതമായിട്ടുള്ള വയറുവേദന വരാം. അപ്പോൾ നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള വയറുവേദനയാണെങ്കിൽ അത് കൃത്യമായിട്ട് ചികിത്സിച്ച് തന്നെ മാറ്റണം. പിന്നെ ഇതിൽ വരുന്ന ഒരു ഇതാണ് പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം. അതെന്ന് വെച്ചാൽ പീരീഡ്സ് ആവുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് സിംറ്റംസ് ഒക്കെ ഉണ്ടാവും. ചിലർക്ക് മെൻസ്ട്രേഷൻ തുടങ്ങുന്നതിന് മുമ്പ് 2 ദിവസം മുമ്പ് അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പ് ചിലർക്ക് ഇങ്ങനെ ആ ഒരു സിക്നെസ് ഒക്കെ വരാം. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷനിൽ നമുക്ക് സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ് എടുത്താൽ അതിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. ഈ PCOD അതുപോലെ തന്നെ PCOS ഇങ്ങനത്തെ പ്രശ്നങ്ങളെ ആയുർവേദം എങ്ങനെ കാണുന്നു? അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇന്ന് കൗമാരക്കാരികളിലും അതുപോലെ തന്നെ യുവതികളിലും ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു ഹോർമോൺ സംബന്ധമായിട്ടുള്ള പ്രശ്നമാണ് PCOD അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്. ഈ ഒരു അസുഖം ആയുർവേദത്തിൽ PCOD എന്ന് പറഞ്ഞ് ഉള്ള ഒരു അസുഖമില്ല. കാരണം നമുക്കറിയാം ആയുർവേദം എന്ന് പറയുന്ന പഴയ ഒരു ശാസ്ത്രമാണ്. അന്നത്തെ കാലത്ത് ഇത്രയും പേരുകൾക്ക് ഡെവലപ്മെന്റ് ഒന്നും വന്നിട്ടില്ല. അപ്പൊ അന്ന് പക്ഷെ ആർത്തവ ദുഷ്ടി എന്ന ഒരു കൺസെപ്റ്റിൽ ഈ PCODയിൽ ഇന്ന് കാണുന്ന ലക്ഷണങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വ്യാഖ്യാനമുണ്ട്. അപ്പൊ അതിന്റെ ചികിത്സാ രീതിയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ആർത്തവ ദോഷത്തെ അല്ലെങ്കിൽ കഫവാത ദോഷ വൈകല്യം എന്നുള്ള രീതിയിലാണ് നമ്മൾ PCODയെ ചികിത്സിക്കുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ ചികിത്സ ചെയ്യുമ്പോൾ നല്ല വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ ഡോക്ടർ PCODയുടെ കാര്യം പറഞ്ഞല്ലേ, അതിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ചിലർക്ക് അമിതമായിട്ട് ബ്ലീഡിങ് ഉണ്ടാവും. ചിലർക്ക് ആർത്തവം ക്രമം തെറ്റി വരിക എന്ന് വെച്ചാൽ ചിലർക്ക് കൂടുതലായിരിക്കും, ചിലർക്ക് ബ്ലീഡിങ് കുറവായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ശരീരഭാരം വർദ്ധിക്കുക, മുഖക്കുരു ഉണ്ടാവുക, പിന്നെ കഴുത്തിലും അതുപോലെ തന്നെ മുഖത്തും രോമങ്ങൾ വളരുക, പിന്നെ മുടി കൊഴിച്ചിൽ, അതുപോലെ ഗർഭധാരണത്തിന് ബുദ്ധിമുട്ട്, മാനസിക സമ്മർദ്ദം, ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ അത് PCODയുടെ ലക്ഷണങ്ങളാണ്. ഇതൊക്കെയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഇതിന് പ്രതിവിധിയായിട്ട് എന്താണ് ചെയ്യേണ്ടത്? ഇതിന്റെ ചികിത്സ എന്താണ്? ആയുർവേദം ഞാൻ നേരത്തെ പറഞ്ഞു, അത് രോഗത്തെ മാത്രമല്ല ചികിത്സിക്കുന്നത്, രോഗിയുടെ ശരീരപ്രകൃതിയും അതുപോലെ ജീവിത ശൈലിയും പരിഗണിച്ചിട്ടാണ് ആയുർവേദത്തിൽ ചികിത്സ ചെയ്യുന്നത്. ഈ PCOD എന്ന് പറയുന്നത് ശരിക്കും ഒരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ആണ്. അപ്പം ഔഷധങ്ങൾ നമ്മൾ കൊടുക്കും, PCODക്ക് മെഡിസിൻസ് കൊടുക്കും. ഈ മരുന്നുകളുടെ കൂടെ തന്നെ സമീകൃതമായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കണം. അതുപോലെ തന്നെ കൃത്യമായിട്ട് ഉറങ്ങണം, ഒരു 7-8 മണിക്കൂറെങ്കിലും നന്നായിട്ട് ഉറങ്ങണം. പിന്നെ അതുപോലെ ശരീരഭാരം, ഈ PCOD ഉള്ളവർ ഞാൻ നേരത്തെ ലക്ഷണം പറഞ്ഞു, ശരീരഭാരം ചിലപ്പോൾ കൂടുതലായിരിക്കും. അപ്പൊ ആ ശരീരഭാരം കുറക്കുന്നതിന് വേണ്ടിയിട്ട് എക്സസൈസുകൾ ചെയ്യുക, യോഗ ചെയ്യാം, പ്രാണായാമം ചെയ്യാം. പ്രാണായാമം ഈ ഒരു PCODയിൽ ഇമ്പോർട്ടൻസ് വരുന്നത് മാനസിക സമ്മർദ്ദം ഉണ്ടാവും ചിലർക്ക്. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷനിലൊക്കെ ഈ പ്രാണായാമം അഥവാ ബ്രീത്തിങ് എക്സസൈസ് നല്ലൊരു റിലാക്സേഷൻ ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ജങ്ക് ഫുഡ് ഒഴിവാക്കുക, അതുപോലെ അമിതമായിട്ടുള്ള മധുര പലഹാരങ്ങൾ ഒഴിവാക്കുക. അപ്പൊ ഈ പച്ചക്കറികൾ, പഴങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തുക. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് PCOD ഒരു പരിധി വരെ നിയന്ത്രിച്ചു കൊണ്ടുപോകാനായിട്ട് പറ്റും. ഇപ്പൊ നമ്മൾ PCODയുടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുല്ലേ. സ്ത്രീകളിൽ പ്രധാനമായിട്ട് കാണപ്പെടുന്ന ഒന്നാണ് അനീമിയ എന്ന് പറയുന്നത്, അല്ലെ രക്തക്കുറവ്. ഇത് ഒഴിവാക്കാൻ ഭക്ഷണത്തിലും അതുപോലെ തന്നെ ജീവിതശൈലിയിലും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം?
രക്തക്കുറവ് അഥവാ അനീമിയ എന്ന് പറയുന്നത് ഇന്ന് സ്ത്രീകളിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അതിൻ്റെ പ്രധാന കാരണം നമ്മൾ നേരത്തെ എല്ലാ ഇതിലും പറഞ്ഞ പോലെ ജീവിത രീതി തന്നെയാണ്. അപ്പോൾ പലപ്പോഴും ഈ ആയുർവേദത്തിൽ അനീമിയ അഥവാ പാണ്ഡുരോഗം എന്നാണ് പറയുന്നത്. ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള രക്തവും അതുപോലെ തന്നെ പോഷക ഘടകങ്ങളും കുറയുമ്പോഴാണ് ഈ ഒരു രക്തക്കുറവ് ഉണ്ടാവുന്നത്. അപ്പൊ അതിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ക്ഷീണം, തലകറക്കം, അതുപോലെ തന്നെ ശ്വാസം മുട്ടൽ, വിളർച്ച, മുടി കൊഴിച്ചിൽ, അങ്ങനെ തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടാവും. ഇതിന്റെ ചികിത്സാ രീതികൾ എങ്ങനെയാണ്? രക്തക്കുറവ് ഒഴിവാക്കാൻ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് മുരിങ്ങയില, ചീര, മാതളം, ഈന്തപ്പഴം, ഉണക്കമുന്തിരി, പിന്നെ അതുപോലെ നെല്ലിക്ക, അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ദഹനശക്തിയും നല്ലതായിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ഇത്രയും പോഷകങ്ങളുള്ള ആഹാരങ്ങൾ കഴിച്ചാലും അതിലുള്ള പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിൽ എത്തണമെങ്കിൽ നമ്മുടെ ദഹനശക്തി നല്ലതായിരിക്കണം. അപ്പൊ ദഹനശക്തി ഇംപ്രൂവ് ചെയ്യാനുള്ള മെഡിസിൻസും അതുപോലെ തന്നെ ഒറ്റമൂലം, ഇപ്പോൾ ജീരകം അങ്ങനെയുള്ള ഇതൊക്കെ, അതുപോലെ മഞ്ഞൾപ്പൊടി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കൂടുതൽ, വെളുത്തുള്ളി, അതൊക്കെ കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് നമ്മുടെ ദഹനശക്തി കൂടും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ആദ്യം നമ്മൾ ഭക്ഷണത്തിലൂടെ ആദ്യം ക്രമീകരിക്കുക. പിന്നെ അതുപോലെ ഈ അയൺ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള അയൺ, ഇരുമ്പ് സത്ത്, അത് നമ്മുടെ ബോഡി ആഗിരണം ചെയ്യണം, എന്നാലല്ലേ നമുക്കത് ബോഡിയിൽ കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്യണമെങ്കിൽ അവിടെ വേറൊരു വിറ്റാമിൻ സിയും കൂടി നമ്മുടെ ശരീരത്തിൽ വേണം. വിറ്റാമിൻ സിയുടെ അളവ് കറക്റ്റായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ബോഡി ഇരുമ്പിനെ ആഗിരണം ചെയ്യുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ പുളിയുള്ള, അതാണ് നെല്ലിക്കയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറഞ്ഞത്. അപ്പോൾ വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങളും ഇതിന്റെ കൂടെ കഴിക്കുക. ഈ ദഹനശേഷി കൂട്ടാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ദഹനശേഷി കൂട്ടാൻ ഒന്ന്, നമ്മൾ ഈ ജീരകം പോലെയുള്ള സാധനങ്ങൾ, അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ തന്നെ ഉൾപ്പെടുത്താം. പിന്നെ അതല്ലാതെ ഇഞ്ചി വെള്ളം തിളപ്പിച്ച് അങ്ങനെ കുടിക്കാം. അതുപോലെ തന്നെ പിന്നെ മെഡിസിനിലൂടെ നമുക്ക് ഈ അസിഡിറ്റി ഒക്കെ പോലെയുള്ള കാര്യങ്ങൾ, അതുപോലെ ദഹനശക്തിയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ, അത് പക്ഷേ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുക. പിന്നെ അതുപോലെ ഈ രക്തക്കുറവ് നമ്മളിപ്പോൾ പറയാൻ മെയിൻ കാരണം സ്ത്രീകളിലാണ് കൂടുതൽ കാണുന്നതെന്ന് പറഞ്ഞു. സ്ത്രീകളിൽ രക്തക്കുറവ് കാണുന്ന അവസരങ്ങളാണ് ഒന്ന് അമിതമായിട്ടുള്ള രക്തസ്രാവം, അതുപോലെ തന്നെ ഗർഭകാലത്ത്, അതുപോലെ തന്നെ പ്രസവശേഷം. ഈ ഒരു സമയത്ത് രക്തക്കുറവ് കൂടുതലായിട്ട് കാണാം. പക്ഷെ ആ ഒരു സാഹചര്യങ്ങളിൽ ഉണ്ടാവുന്ന രക്തക്കുറവ് മെഡിസിനിലൂടെ തന്നെ നമ്മൾ മാറ്റണം. വെറും ഫുഡ് മാത്രം കഴിച്ചാൽ പോരാ, അതിൻ്റെ കൂടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മെഡിസിൻസും കൂടി എടുക്കണം. ഗർഭകാലത്ത് ഈ ആയുർവേദ ചികിത്സ സ്വീകരിക്കുമ്പോൾ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം? ശരിക്കും പലപ്പോഴും നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പോൾ ഈ ആയുർവേദം എന്ന് പറയുന്നത് പലപ്പോഴും അതൊരു ശാസ്ത്രമാണ്. പക്ഷെ എന്നിരുന്നാലും ഇന്നത്തെ കാലത്ത് ആയുർവേദത്തെ പല ഫേക്കായിട്ടുള്ള ലേബലുകളിലൂടെ ആയുർവേദത്തെ, ഇപ്പോൾ പ്രസവ ചികിത്സ എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും പല സ്ഥലങ്ങളിലും ചെയ്യുന്നുണ്ടാവും. പക്ഷെ ശരിക്കും നമ്മൾ ആയുർവേദ ഡോക്ടറുടെ മേൽനോട്ടത്തിൽ മാത്രം നൽകുന്ന ചികിത്സയാണ് ഗർഭകാലത്ത് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമ്മൾ ചികിത്സകൾ എടുക്കുമ്പോൾ ആ ഒരു ഡോക്ടറിനെ അല്ലെങ്കിൽ ആ സ്ഥാപനത്തെയും കുറിച്ച് നന്നായിട്ട് അറിഞ്ഞിട്ട് വേണം ചികിത്സ എടുക്കാൻ. ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ദീൻ ദയാൽ ഉപാധ്യായ ആയുഷ് ഹോസ്പിറ്റൽ കവരത്തിയിലെ ആയുർവേദ മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ അഫ്രൂസ നസ്രീൻ. ഈ പരിപാടിയുടെ ബാക്കി ഭാഗവുമായി അടുത്ത ആഴ്ച വീണ്ടും കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. ആരോഗ്യ വിചാരം, ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. അവതരണം ഷഹനാസ് ബീഗം, ചാച്ചാളകപ്പാട.